إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൻ-നിസാ 31ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഇൻ തജ്തനിബു, നിങ്ങൾ വെടിയുകയാണെങ്കിൽ, വിട്ടു നിൽക്കുകയാണെങ്കിൽ, കബായിറ വൻകുറ്റങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ, മാതുൻഹൗന അൻഹു, അതിനെ തൊട്ട് നിങ്ങൾ വിരോധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളോട് വിരോധിച്ച ആ വൻകുറ്റങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഗുണം അല്ലാഹു വിശദീകരിക്കുകയാണ്. ശേഷം നുകഫിർ അൻകും, നിങ്ങളെ തൊട്ട് നാം മറച്ചു വെക്കുന്നതാണ്. സയ്യിആത്തിക്കും, നിങ്ങളുടെ ദോഷങ്ങൾ നോക്കൂ നിങ്ങൾ. അതല്ലാത്ത ആ വൻകുറ്റങ്ങളിൽ നിന്നും നാം പരിപൂർണമായി വിട്ടുനിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചെയ്ത വൻകുറ്റത്തെ തൊട്ട് നാം പശ്ചാത്താപിച്ച് മടങ്ങുകയാണെങ്കിൽ നോക്കൂ, അതല്ലാത്ത മുഴുവൻ ചെറുദോഷങ്ങളും അതത്ര തന്നെ ആ വർദ്ധമാന രൂപത്തിലുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഴുവനും മറച്ചു വെക്കുന്നതാണെന്ന് പറഞ്ഞാൽ പുറത്തുകൊണ്ട് അഫു ചെയ്ത് മാപ്പ് ചെയ്യുന്നതാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളെ നാം പ്രവേശിപ്പിക്കും മുദ്ഖലൻ കരീമ, മാന്യമായ ഒരു പ്രവേശന സ്ഥാനത്തേക്ക് പ്രവേശിപ്പിക്കും എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമുണ്ടെന്നാണ്. ആ വാഗ്ദാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് വൻകുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണം. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സബുൽ മുബികാത്ത് അയ്യുസബുൽ മുഹ്ലികാത്ത്, അതായത് നാശകരമായ 7 വൻകുറ്റങ്ങളെ പറ്റി പറയുകയാണ്. അതിൽ ഒന്നാമത്തെ തന്നെ അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് പങ്കു ചേർക്കലാണ്. ഒരിക്കലും നമ്മിൽ നിന്നും അത് വരാൻ പാടില്ല. നോക്കൂ, ഈ രൂപത്തിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായ മാർഗദർശനം നൽകുകയാണ്. പണ്ഡിതന്മാർ ഒരുപാട് രൂപത്തിൽ പ്രത്യേകമായി നിർണിതമായി ഇന്ന രൂപത്തിലാണ് വൻകുറ്റങ്ങൾ എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. എന്നാൽ ഈ 7 വൻ പാപങ്ങളാണെന്ന് പറയാം. അതുപോലെ മാതാപിതാക്കളെ ഉപദ്രവിക്കലും വൻ പാപത്തിൽപ്പെടും. അതുപോലെയുള്ള ഒരുപാട് പാപങ്ങൾ പണ്ഡിതന്മാർ എണ്ണിക്കണക്കാക്കിയിട്ടുണ്ട്. 100ഓളം വൻ പാപങ്ങൾ എണ്ണിക്കണക്കാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഖുർആനിൽ നിന്നും ഹദീസുകളും ശേഖരിച്ചത് നോക്കൂ നിങ്ങൾ. അത്തരം എല്ലാ വൻകുറ്റങ്ങളിൽ നാം വിട്ടുനിൽക്കൽ നമ്മുടെ കടമയാകുന്നു, നിർബന്ധ ബാധ്യതയാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മെ രക്ഷിക്കാമെന്നുള്ള ഒരു നല്ലൊരു സമാശ്വാസത്തിന്റെ ഒരു വചനമാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് മുഅ്മിനീങ്ങൾക്ക് അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന ഒരു വചനമാണ് ഈ വചനം എന്ന് പറയാതെ വയ്യ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.